1957 കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കൊടിയേറുമ്പോൾ കോടിയേരി മൊട്ടമ്മൽ കുഞ്ഞുണ്ണിക്കുറുപ്പിൻ്റെയും നാരായണിയമ്മയുടെയും മകന് പ്രായം 3.5 വയസ്സ്. ആധുനിക കേരളത്തിൻ്റെ വലിയ കൊടിയേറ്റങ്ങൾക്കൊപ്പം ചുവടുവെച്ച ബാല്യവും കൗമാരവും. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കൊണ്ട് തിളയ്ക്കുന്ന യൗവനത്തിൽ രാജ്യം അടിയന്തരാവസ്ഥയുടെ തീച്ചൂളയിൽ. ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ പീഡനങ്ങൾ, അറസ്റ്റുകൾ, മർദ്ദനങ്ങൾ. 16 മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ 8-ാം ബ്ലോക്കിന്റെ തൊട്ടടുത്ത് സിമന്റ് തറയിൽ സഖാവ് പിണറായി വിജയൻ. SFI സംസ്ഥാന സെക്രട്ടറി, പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി, 5 തവണ MLA, ആഭ്യന്തരമന്ത്രി. സഖാവ് CH കണാരൻ്റെ നാട്ടിൽ നിന്നും അതേ വൈഭവങ്ങളോടെ 3 തവണ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. തലശ്ശേരിയിലെ ഒരു കൊച്ചു ഗ്രാമം കേരളമാകെ പടർന്ന് പാർട്ടിയുടെയും പോരാട്ടത്തിൻ്റെയും ചരിത്രമായ അരനൂറ്റാണ്ടുകാലത്തിൻ്റെ പേരാണ് അക്ഷരാർത്ഥത്തിൽ കോടിയേരി. നിരവധി സഖാക്കൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ കൊല ചെയ്യപ്പെട്ടു, രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു. ഇനിയും പലരെയും ആക്രമിച്ച് അംഗവൈകല്യം സംഭവിച്ചവരാക്കി മാറ്റിയെന്ന് വരും. പക്ഷേ ഒരിക്കലും ഈ ചെങ്കൊടി വർഗീയ ശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ പോകുന്നില്ല എന്നതാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും ആസ്വദിച്ച പ്രസംഗത്തിന്റെ കടലിരമ്പം. നിറചിരിയുടെ നന്മയും ലാളിത്യവും സൗഹാർദ്ദവുമായി മനുഷ്യരെ അത്രയേറെ ശ്രദ്ധയോടെ കേട്ട മറ്റൊരു ജനനായകനുമില്ല. പി കൃഷ്ണപിള്ളയെപ്പോലെ പാർട്ടി പ്രവർത്തകരെ അത്രയേറെ ആഴത്തിലും വ്യാപ്തിയിലും അറിഞ്ഞ മറ്റൊരു സെക്രട്ടറിയുമില്ല. ഔചിത്യം, സംയമനം എന്നീ വാക്കുകളുടെ പര്യായം സ്വന്തം കുടുംബത്തെ വേട്ടയാടിയപ്പോൾ പോലും. 17-ാം വയസ്സിൽ പാർട്ടി അംഗമായി 68-ാം വയസ്സിൽ മരിക്കും വരെ ഒരു പാർട്ടി അച്ചടക്ക നടപടിക്കും ഒരിക്കലും വിധേയനാവാത്ത നേതാവിന് അസുഖത്തിൻ്റെ യാതനാ നാളുകളിൽ പോലും പാർട്ടി തന്നെയായിരുന്നു മനക്കരുത്തിൻ്റെ മന്ത്രം. പയ്യാമ്പലത്തിൻ്റെ മണൽപ്പരപ്പിൽ വർഷിച്ച കണ്ണീരും പൂക്കളും അവസാനിക്കുന്നില്ല. AKജിക്കും EK നായനാർക്കും ചടയനും അഴീക്കോടിനുമിടയിൽ സഖാവ് കോടിയേരിയും എരിഞ്ഞടങ്ങുന്നുമില്ല. ഒരു ദിനം പോലും സഖാവിനോർക്കാതെ കടന്നുപോകുന്നുമില്ല. ഓർമ്മകളുടെ തിരമാലകൾ മുദ്രാവാക്യങ്ങളാകുമ്പോൾ മരണത്തിന് താഴ്ത്താനാവാത്ത ജീവിതത്തിൻ്റെ കൊടിമരം തന്നെയാകുന്നു സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. ഒരു വിപ്ലവകാരി ഒരിക്കൽ മരണപ്പെടുന്നതോടുകൂടി അയാൾ മറക്കപ്പെടുന്നില്ല. അയാൾ കൂടുതൽ ഊർജമായി നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുക. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.